ഹലോ, അസ്സാം വലൈക്കും ഗൈസ്. ഞങ്ങളുടെ സന്തോഷം നിങ്ങളിലേക്ക്. അപ്പോഴത്തേക്ക് ഇതേ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. സ്വന്തമായി നട്ടുവളർത്തിയ പച്ചക്കറിയിൽ നിന്നും വിളവെടുക്കുന്ന ദൃശ്യം. പൊന്നാങ്കണ്ണി ചീരയും ചുമന്ന പയറും. നമ്മൾ സ്വന്തമായി പരിപാലിച്ച് വളർത്തിയെടുത്ത പച്ചക്കറിയിൽ നിന്നും ആദ്യമായി വിളവെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയാണ്. കുറച്ചാണേലും നമ്മളിങ്ങനെ നട്ട് നനച്ചെടുക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അറിയണമെങ്കിൽ നിങ്ങളും ഒന്ന് ചെയ്തു നോക്കൂ. വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാം. ചിലപ്പോൾ എല്ലാം നമ്മളെ കൊണ്ട് പറ്റില്ലായിരിക്കാം. പക്ഷേ ചീര, പയറ്, വെണ്ട അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് പച്ചക്കറികളൊക്കെ നമുക്ക് നട്ടു വളർത്താം. തക്കാളി, മുളക്. എനിക്കൊരു മോനുണ്ട്. അവനൊരു 8-9 മാസം ആയപ്പോഴത്തേക്കും ഞാൻ വെണ്ട, പയറ്, ചീര ഇങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ സ്വന്തമായിട്ട് നട്ടു വളർത്താൻ തുടങ്ങി. എന്നിട്ട് ആദ്യം കിട്ടുന്നത് ഞാൻ കുഞ്ഞിന് മാത്രം പ്രത്യേകം ഉണ്ടാക്കി കൊടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഏറ്റവും നല്ലതും കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ ആഗ്രഹം. അങ്ങനെ ദേ ഇവിടെ ചീരത്തോരനും റെഡി ആയിട്ടുണ്ട്, പയറ് തോരനും റെഡി ആയിട്ടുണ്ട്. ദേ മീൻ കറി അടുപ്പിൽ തിളച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം മീൻ പൊരിക്കാനുള്ള കഷ്ണങ്ങൾ കൂടി ഞാൻ പിറക്കിയിടാണ്. എപ്പോഴും മീൻ പൊരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിൽ തന്നെ വീഴ്ത്തണം. ചിലർ സൺഫ്ലവർ അങ്ങനെയൊക്കെ വിറ്റിയാൽ ഈ മീനിൻ്റെ ടേസ്റ്റ് പോവും. എനിക്കെപ്പോഴും വെളിച്ചെണ്ണ പൊരിക്കുന്നതാണ് ഇഷ്ടം. ദേ കണ്ടോ, ഇനി ഇതിൽ നിന്ന് ഞാൻ എൻ്റെ പൊന്നു മോനിക്ക് കൂടി കൊടുക്കും. അവനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഫുഡിന് കഴിക്കാനുള്ളത് ചോറ്, മീൻകറി, മീൻ പൊരിച്ചത്, ചീരത്തോരൻ, പയറ് തോരൻ. ഇതിത്രയാണ് എന്നുള്ളത്. പിന്നെ മീനിൻ്റെ എഗ്ഗ് കൂടി അയല മീനാണ് കിട്ടിയത്. അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് കിട്ടിയ മീനിൻ്റെ എഗ്ഗ് കൂടി ഞാനെടുത്ത് വേവിച്ചിട്ടുണ്ട്. അതെൻ്റെ മോൻ്റെ ഫേവറേറ്റ് ആണ്. അവനത് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല മീനാണ് എപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് അവനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ കുഞ്ഞ് ചോദിക്കുന്നത് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ചീര അവനിഷ്ടമാണ്, പയർ തോരനും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് കൂടുതലും ഇത് തന്നെ നമ്മൾ നട്ട് വളർത്തിയെടുത്തത്. പിന്നെ വെണ്ടയും കുഴപ്പമില്ല കേട്ടോ, വെണ്ട അവനിഷ്ടമാണ്. പിന്നെ മാഷാ അല്ലാ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത് വേറൊരു വീഡിയോയുമായി കാണാം ഇൻഷാ അല്ലാ. അപ്പോഴത്തേക്കും ഓക്കെ, അസ്സലാമു അലൈക്കും.